ഹലോ, അസ്സലാമലൈക്കും ചങ്കാളെ. അപ്പം ഇന്നിപ്പം നമ്മൾ ഞാനാപ്പോട്ടേക്ക് പോകുന്നൊക്കെയാണ് നോലുമ്പായിട്ടേ എന്തോ ഒരു ചൂട് കുടിയിലെന്നാ. അപ്പം ഞാൻ എൻ്റെ മാപ്പിളിനോട് പറഞ്ഞ്, പൊന്നാര മനസ്സാ, നമുക്ക് ഏതായാലും നമ്മളിവിടെ കുത്തിരിക്കല്ലേ, കുറച്ചേരം ആ കനാലാപ്പോട്ടിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളിങ്ങനെ പോകുന്നതാണ്. ഇത് കനാലാപ്പോട്ടിൽ പണ്ടത്തെ ഒരു കുളത്താണ്, ഓഫീസോ എന്തോ ഉണ്ട്, ഇനിയെ പൊളിച്ചടച്ചിരിക്കുന്നത്. ഇവിടെ കുറേ അന്നത്തെ കാലം ഞങ്ങൾ കുട്ടികളെ ഒരു 10-15 വയസ്സായിന്ന് ഒരുപാട് പെണ്ണുങ്ങൾ ഇവിടെ പണി ഇനി ഈ കമ്പനിയിൽ കണ്ടോ. ഇത്രകാലം കമ്പനികൾ, ഈ കമ്പനിയിൽ അന്നത്തെ കാലം പെണ്ണുങ്ങൾ കുറേ പണി ഉണ്ടായി. 5 അയലോക്കക്കാലത്തേക്ക് ഇവിടുന്ന് ഒരു കുട്ടി ഉണ്ടായി. അങ്ങനെയൊക്കെയുള്ള ഒരു പുരോഗമനം പിടിച്ച ഒരു മാർക്കാത്തൊരു സ്ഥലമാണിത്, ഈ സ്ഥലം. അങ്ങനത്തെ അന്നത്തെ പണിയിലെ സ്ഥലേനിത്. പെണ്ണുങ്ങളൊക്കെ പാടെ നായാട്ടിനിങ്ങനെ വരുന്ന സ്ഥലേനി ഇവിടെ. ആപ്പിളില്ലാത്തവർക്കൊക്കെ വന്നാൽ ഇവിടെ കുട്ടികളുണ്ടായി പോകും. അങ്ങനത്തെ സ്ഥലേനി. മാഷാ അല്ലാ, ഇപ്പം ആ കാലമൊക്കെ കഴിഞ്ഞിക്കട്. അന്ന് എല്ലാവരും ഇങ്ങോട്ട് പോരും. എന്തിന് ഇവിടെ ഒരു നിലമ്പൂർ കോംപ്ലക്സിൽ പണിയേനി. കോംപ്ലക്സേനി, ഇതൊരു കോംപ്ലക്സാണ് കണ്ടോ. അത് വലിയൊരു കോംപ്ലക്സാണ് കണ്ടോ നിങ്ങൾ. മാഷാ അല്ലാ, ഈ കോംപ്ലക്സൊക്കെ പെണ്ണുങ്ങൾ ഇങ്ങോട്ട് പോരും. നല്ല 10, 15, 20 വയസ്സായ പെണ്ണുങ്ങളിങ്ങോട്ട് പോരും പണിക്ക്. എന്നിട്ട് ഓൽക്ക് കുട്ടികളും മക്കളും ഒക്കെ ഉണ്ടാവും. മാപ്പിളല്ലാതെ കുട്ടികളൊക്കെ ഉണ്ടാവുന്ന തല അത് കണ്ടോ. ഇതൊക്കെ അതിൻ്റെ ഉള്ളാണ് കണ്ടങ്ങൾ. ആര് സിദ്ധത്തുമില്ലാതെ. മാഷാ അല്ലാ, അന്നൊന്നും റമളാനായിട്ട് പറയല്ല, അന്നത്തെ കുറ്റം പറയല്ല പഠിച്ചോനെ. അന്ന് അങ്ങനത്തെ ഒരു കാലം ഇനി ഞമ്മക്കയ്യോ കുട്ടികളെയും മക്കളെയും കെട്ടിച്ചാലും കജ്ജൂല, പാപ്പാക്കും ഉമ്മാക്കും പൈസ ഉണ്ടാവില്ല. പട്ടിണി പായരാകുമ്പോൾ മക്കൾ പെൺകുട്ടികളെ എവിടെയെങ്കിലും പോയി പണിയെടുത്തുങ്ങാണ്ട് പണിക്ക് പോരുന്നതേക്കാരം. പിന്നെ അള്ളാൻ്റെ ഓരോരോ കെണിയിൽ പഠിച്ച ഓരോ മനുഷ്യന്മാർക്ക് 4-ാം മാസത്തിൽ കണക്കാക്കുകയുള്ളൂ. ആ കെണിയിലോട്ട് പെടുകയും ചെയ്യും. അങ്ങനെ ഒരു സ്ഥലേനി. മാഷാ അല്ലാ കണ്ടങ്ങൾ. ഇപ്പം കാല് വീണുകാണ്ട് ഇഞ്ച പൊന്നാര മക്കളെ അമിതാത്താര കാല് വീണുകാണ്ട് പൊട്ടിയിരിക്കണം. അപ്പം കൊക്കി ചാടി കൊണ്ടാണ് നടക്കുന്നത്. കാലിന് സുഖമല്ല. കാലൊക്കെ ഒരു ഇതൊക്കെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് കൊക്കി ചാടി കൊണ്ട് നടക്കുക. അപ്പോൾ ഞാൻ മാപ്പിളിനോട് പറയാം, എത്ര ഇല്ലിങ്ങാടാ മനസ്സായി ഈ കുടിയിലിങ്ങനെ കുത്തിരിക്കണ്, കുത്തുന്ന പ്രാന്ത് കടിച്ചിട്ടുണ്ട്, നമുക്കൊന്ന് പുറത്ത് പോകാറുണ്ട്. ഇങ്ങനെ പോകുന്നതാ മക്കളെ എന്ന് കണ്ടങ്ങൾ. അപ്പം ഇങ്ങനെ പോകുന്നതാണ് ഇതിന്. അപ്പോൾ അള്ളാൻ്റെ വിധിൻ്റെ ആയിട്ട് മക്കളെ ഇതൊക്കെ നമുക്കൊരു കാണാനില്ല. നിങ്ങൾക്കൊക്കെ കാണാം. നല്ല സ്ഥലം കണ്ടോ. ഇതൊക്കെ ഫോറസ്റ്റ് കാടിലെ തേക്കാണ്, പണ്ടത്തെ തേക്ക്. ഇതിലോട്ട് കുറേയാണ് പോയാൽ തേക്കും പണ്ടത്തെ 100 കൊല്ലം 150 കൊല്ലം തേക്കൊക്കെ കാണാം ഇതിലോട്ട് പോയാൽ. അപ്പോൾ അതൊന്നും ഇപ്പോൾ നമുക്ക് കാണൂല. അതൊക്കെ കാണണമെങ്കിൽ നമുക്ക് കുറേ ദൂരത്തേക്ക് പോകണം. അപ്പോൾ കണ്ടങ്ങൾ ഇതൊക്കെ നമുക്ക് കാണാനുള്ള കാഴ്ചകൾ കണ്ടോ. ഇതൊക്കെ നമുക്ക് കണ്ടോ. ഇതൊക്കെ പണ്ടത്തെ കോംപ്ലക്സാണ്. ഇതൊക്കെ കണ്ടോ. ഇതൊക്കെ പണ്ടത്തെ കോംപ്ലക്സ് പണിക്ക് വന്നിരുന്നപ്പോഴൊക്കെ ഗവൺമെൻറ് മാണ്ടാച്ച് കണ്ടോ കെട്ടുപോയതാണ്. അപ്പോൾ എന്താണെന്ന് ഞാൻ കുടി കുത്തുന്നപ്പോൾ ചൂടുമ്പോൾ കിടക്കുക, കാലിന് സുഖമില്ലായിട്ട് 4-5 മാസമായി ഇങ്ങനെ ഒത്തിരിക്കണേ. അപ്പം ഇന്ന് ഞാൻ മാപ്പിളിനോട് മനസ്സാവും ഒന്ന് പുറത്ത് പോകുകയാണ്. അപ്പം ഇങ്ങനെ കൊക്കി ചാടി ഇങ്ങനെ പോകുന്നതാണ്. ഡോക്ടർ പറഞ്ഞു ചെയ്തിരിക്കണേ കുറച്ച് നടക്കണം എന്ന് പറഞ്ഞിരിക്കണേ. അപ്പോൾ കാലിൻ്റെ മുട്ടും കാല് വീടുങ്ങാണ്ടേ കേട് നിൽക്കണേ. അപ്പോൾ അതിന് മാറും ചേച്ചോട്ടെ ഇൻഷാ അല്ലാ എന്നിരിക്കാണ്ട് ഞാൻ കുറച്ച് നടക്കും ചേച്ചെന്നാൽ നല്ല റോഡ്, ആരെ വണ്ടിയും വാഹനത്തിൻ്റെയും ഒച്ചയും പുളിയും അതുമില്ലല്ലോ. നമ്മളെ മുറ്റത്ത് കൂടെ നടക്കാൻ ഈ ചെറിയ 5 സെൻറ്റ് സ്ഥലത്ത് എന്ത് നടക്കലാണ്. അപ്പോൾ ഞാൻ ഒഴിഞ്ഞിട്ട് പോകുന്നു കണ്ടോ. നല്ല കുട്ടികളെയും മക്കളെയൊക്കെ കൊണ്ട് മക്കളെ കാണാൻ പോകുന്ന പറ്റിയ സ്ഥലം. നല്ല തണുപ്പുമാണ്. ഒക്കെ അങ്ങനെ ഒഴിഞ്ഞ് പോരണ കുട്ടികളെയും മക്കളെയും കൊണ്ട് ഫാമിലിയും കൊണ്ട്. ഞാരെങ്കിലുമൊക്കെ കുടിയിലുണ്ടെങ്കിൽ എല്ലാവരെയും കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. എന്നാൽ അസ്സലാമലൈക്കും. ഇനി താത്ത പിന്നെയും വിളിച്ചുണ്ട് വീത്താത്താൻ്റെ ഇടണമെങ്കിൽ നോലുമ്പ് കജ്ജാതെ വീത്താത്ത ഇടാൻ പറ്റൂല. അത് നോലുമ്പ് കഴിഞ്ഞിട്ടേ ഇടുള്ളൂ. അതിന് നല്ല ഇസ്മിൻ്റെ പണിയൊക്കെ വീത്താത്താൻ്റെ എത്തുന്നുണ്ട്. വീത്താത്ത കുറേ ഇസ്മിൻ്റെ പണിയൊക്കെ എടുക്കുന്ന ആളുമാണ്. അപ്പോൾ അതൊക്കെ ഇനി വീത്താത്ത എടുക്കണമെങ്കിൽ നോലുമ്പടി കജ്ജട്ടെ. അതുവരെ വീത്താത്താക്ക് കാലിന് സുഖമില്ലായിട്ട് വേണ്ടുന്ന പോലെ അതിനുള്ള സാധനങ്ങൾ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഫുഗും മറ്റേ തിരിയും ഒരുപാട് ഇതുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പോകുന്ന മക്കളെ ഇവിടെ നോക്കണമെങ്കിൽ എന്തോ ഒരു വിശാലമായ സ്ഥലം. നിങ്ങൾക്കൊക്കെ ടൂറ് കൊണ്ട് ഇങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാ. എന്നാൽ ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും. ഞാൻ അടുത്തത് നാളെ കാണാം. വിത്താത്ത ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇൻഷാ അല്ലാ സപ്പോർട്ട് ചെയ്യണം.